إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധന്യരായ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് നല്ലവരായി മുത്തഖീങ്ങളായി വിശ്വാസികളായി മുഅ്മിനുകളായി മുഖ്ലിസുകളായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയവും ഓരോ ദിവസവും ഓരോ രാവും പകലും നമുക്ക് നൽകുന്ന സന്ദേശം, നിന്റെ ആയുസ് അത് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള. സത്യത്തിൽ ആയുസ് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മനുഷ്യന്മാരാണ്. നിന്റെ ആയുസ്സിൽ നിന്ന് ഒന്ന് കുറഞ്ഞു എന്നൊരു വർഷം കഴിയുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടും അതിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് മനുഷ്യന്മാർ മാത്രമാണ്. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ബർത്ത്ഡേ അടക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾ, ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നിശ്ചയിച്ച ആ ഒരു കാലയളവിൽ നിന്ന് ഒന്നങ്ങോട്ട് കുറഞ്ഞു. അപ്പൊ അവിടെ ബർത്ത്ഡേ മുതൽ മനുഷ്യൻ സന്തോഷിക്കുക, ഓരോ വർഷം ബർത്ത്ഡേ ആഘോഷിച്ച സന്തോഷം. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ അബദ്ധം ചെയ്യുന്ന മനുഷ്യരാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വിട പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്ന ഉത്തമമായ ബോധം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ഇത് ഓരോ കൊല്ലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ കൂടെ ഇരുന്ന് കേട്ട ആളുകൾ ഇന്ന് കേൾക്കാനില്ല. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുണ്ടാവൂല, ചിലപ്പോൾ നമ്മുടെ പള്ളിയിലും ഉണ്ടാവൂല, പക്ഷെ നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽപ്പെട്ട പലരും, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ പലരും ഇന്നില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ ഇരുന്ന ആളുകളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവർ, ഇനി ഒരു പുതിയൊരു വർഷം വരുമ്പോൾ
നമ്മളിൽ ആരുടെയൊക്കെയോ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അത് ആരാണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച ലോകത്ത് തർക്കമില്ലാത്ത സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് മരണം എന്നുള്ളത്. അല്ലാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ പോലും മരണത്തിന്റെ വിഷയത്തിൽ അവർക്ക് സംശയമില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. എല്ലാവരും മരണം ആസ്വദിക്കും, ഒരു സംശയമില്ല. എല്ലാവരും ആ മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്ന് അല്ലാഹു പറഞ്ഞത്. അപ്പൊ അതൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ കണ്ടുമുട്ടാനുള്ളതാ. അപ്പൊ നമുക്ക് അല്ലാഹു നിശ്ചയിച്ച അവധി അതിലേക്ക് ഒന്നുകൂടി അടുക്കുമ്പോൾ ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചൊരു ആലോചനയും ചിന്ത ഉണ്ടാകണം. എന്താണ് നമ്മളെ കയ്യിലുള്ളത് എന്ന്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞാൽ എന്ത് വിഭവമുണ്ട് നമ്മുടെ കയ്യിൽ. അത് വിശുദ്ധ ഖുർആനിലെ ചോദ്യം നമ്മൾ മറന്നു പോകരുത്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ലോകത്തുള്ള മറ്റു മനുഷ്യരെ വിളിച്ചല്ല അല്ലാഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ പ്രയോഗം എങ്ങനെ? യാ അയ്യുഹന്നാസ് അല്ല, സർവമാന മനുഷ്യരല്ല, ഈമാനുള്ളവരെ നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത്. നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്താ നമ്മുടെ കയ്യിൽ വിഭവമുള്ളത്? പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഓരോ വർഷം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. വൽ തൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദ് എന്ന് പറഞ്ഞാൽ യഖൂലുല്ലാഹു അസ്സ വജൽ വൽ യൻദുർ അഹദുകും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമ മിനൽ അഅമാൽ അമിന സ്വാലിഹാത്ത് അല്ലതി തുൻജീഹ് അം മിന സയ്യിആത്ത് അല്ലതി തുബിഖ്. അന്ത്യനാളിലേക്ക് എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഖുർആന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന എന്തെല്ലാം കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക. അതല്ല, ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന തിന്മകളാണോ നിങ്ങൾ ചെയ്തു വെച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഇതാ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വയസ്സങ്ങോട് കുറഞ്ഞു. നമ്മളും ഖബറും തമ്മിലുള്ള ദൂരം കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെക്കാൾ കുറച്ചുകൂടി തലമുടിയൊക്കെ നമ്മൾക്ക് നരച്ചു. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം അത്. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞെന്താ, മാമിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഭാതവും ഉണ്ടായിത്തീരുന്നില്ല, ഒരു സുബഹിയും ഒരു ദിവസവും തുടങ്ങുന്നില്ല. ആ ഓരോ പ്രഭാതത്തിലും നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം സന്തതികളെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോഴും ആ പ്രഭാതം നിങ്ങളോട് പറയുകയാണ്, അന ഖൽഖുൻ ജദീദ്, ഇന്നൊരു പുതിയ ദിവസം. വഅലാ അമലിക ഷഹീദ്, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് എന്നിൽ നിന്ന് ആവശ്യമായ നല്ല വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കി വെച്ചോ. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞു പോയാൽ തിരിച്ചു വരൂല. മഹാനായ ഹസനുൽ ബസരി പറഞ്ഞ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയ ദിനങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം. ഇന്നലെ നഷ്ടപ്പെട്ടു പോയ സുബഹി നമുക്കിനി തിരിച്ചു വരാനില്ല. ഇന്നലെ നഷ്ടപ്പെട്ടു പോയ മുഹർ ജമാഅത്തിന് തിരിച്ചു കിട്ടാൻ നമുക്കില്ല. ഇന്നലെ നമുക്ക് നന്മ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം അതിന് തിരിച്ചു കിട്ടാനില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ദിനരാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു സമയത്തിലും സാഹചര്യത്തിലും നമ്മൾ നിൽക്കുന്നത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു വിലയില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ
ഒരു വിലയില്ലാത്ത ലോകത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിലും നമ്മുടെ സമയങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. റസൂലുള്ളാഹി പഠിപ്പിച്ചു ഒരു വിലയിൽ അല്ലാഹുവിന്റെ അടുക്കൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ കേൾക്കുന്ന ഹദീസ്, ഒരു അങ്ങാടിയിലൂടെ കടന്നു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നു പോകുമ്പോ ഒരു ചത്ത ആടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫഅഖദ ബിഉദ്നിഹി ثم قال, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചെവി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം, ഈ ചത്ത ആടിന് 2 ദിർഹമിന് നിങ്ങൾക്ക് ആർക്കാ വേണ്ടത്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇ വമാ നസ്നഉ ബിഹി. 2 ദിർഹമൊന്നും കൊടുത്ത് ഞങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ കാര്യമില്ല, 2 ദിർഹം കൊടുത്ത് വാങ്ങാനില്ലത് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, അതുഹിബ്ബൂന അന്നലക്കും, വേണ്ട, ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സ്വീകരിക്കോ? വേണ്ട, ഫ്രീ ആയിട്ട് എടുത്താ എന്നാ ഫ്രീ ആയിട്ട് എടുത്തോ, നിങ്ങൾ സ്വീകരിക്കോ? ഖാല വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീഹി ലിഅന്നഹു വസഖു ഫകൈഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, പ്രവാചകൻ ജീവനുള്ളപ്പോൾ തന്നെ അതിന് കുഴപ്പമില്ല, എന്റെ ചെവി മുറിഞ്ഞു പോയതാ. ജീവനുള്ള സമയത്ത് തന്നെ ഈ ആടിന് എന്തുണ്ട്? കുഴപ്പമുണ്ട്, അതിന്റെ ചെവി മുറിഞ്ഞു പോയതാ. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിച്ച ആർക്കെങ്കിലും വേണം. ഈ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. നിങ്ങൾക്ക് ഈ ആടിന് ഇത്ര നിസ്സാരാണല്ലോ, അതിനേക്കാൾ ഉപരി അള്ളാഹുവിന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പടച്ചോണ്ടൊക്കെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതിനേക്കാൾ നിസ്സാര. അള്ളാഹുവിന്റെ അടുക്ക് ഒരു വിലയില്ല. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. പടച്ചോനെ മറക്കുന്നു, പരലോകം മറക്കുന്നു, അടിച്ചു പൊളിയുടെ ലോകത്തേക്ക് അവിടെ മാറി. മരണത്തിലേക്ക് അടുക്കുമ്പോഴും അടിച്ചു പൊളിയാണ്. പാട്ടിന്റെയും ഡാൻസിന്റെയും ലോകത്തേക്ക്, ന്യൂ ഇയറിലേക്ക് അവിടെ കടക്കാണ്. പ്രിയപ്പെട്ട കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തീരുമാനിച്ച അവധിയിലേക്ക് നമ്മളൊക്കെ അടുത്തു. നമ്മളും ഖബറും തമ്മിലുള്ള ദൂരം കുറഞ്ഞു. നമ്മുടെ പ്രായം അള്ളാഹുവിന്റെ അടുക്ക് ഒരു പ്രശ്നമേ അല്ല. ഞാൻ ചെറുപ്പമാണ്, 5ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊന്നും അള്ളാഹുവിന്റെ അടുക്ക് ഒരു വിലയില്ല. അതിലൊന്നും നമ്മുടെ മാതാപിതാക്കളുടെ കരച്ചിലിന്, ആ മരണത്തിനൊരു തടസ്സമല്ല. എന്റെ മകളെ നാളെ കെട്ടിക്കാൻ പോകുന്നു, അതും മരണം നിശ്ചയിച്ചാൽ അതിനൊരു തടസ്സമല്ല. നമ്മുടെ ഒക്കെ അഡ്രസ് അറിയാം. എന്റെ നിങ്ങളുടെ ഒക്കെ അഡ്രസ് അറിഞ്ഞ് നമ്മുടെ സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അവിടെ എത്തും. ഒരാളെ അന്വേഷിച്ച് പിടിക്കേണ്ട കാര്യമില്ല, നേരെ അങ്ങോട്ട് എത്തും. അപ്പൊ ഇത്രയും നിസാരമായ ഒന്നാ ഞാനും നിങ്ങളും ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഒരു വർഷമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കഴിയുമ്പോൾ ഇനി ആലോചിക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായം അങ്ങോട്ട് അധികരിച്ചു, മരണത്തിലേക്ക് അടുത്തു. ഒരുപാട് നമുക്കിനി ദൂരം സഞ്ചരിക്കാനുള്ള, ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. ദുനിയാവിൽ നമ്മളിങ്ങനെ ഒരുപാട് അധ്വാനിക്കാൻ സമയമല്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസിൽ പറഞ്ഞു, റസൂൽ ഒരിക്കൽ തന്റെ വല്ലാഹി മദ്ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മിത്ലു മാ യജ്അലു അഹദുക്കും ഇസ്ബഅഹു ഹാദിഹി വഅശാറ യഹ്യാ ബിസ്സബാബ. സമുദ്രത്തിലൊരു ചൂണ്ടുവരൽ മുക്കിയ ആ ചൂണ്ടുവരലിൽ എത്ര വെള്ളം ഇരിക്കുന്നോ അത്രേ ഉള്ളൂ. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് അത്രേ ഉള്ളൂ, വളരെ നിസ്സാരം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അല്ലാഹു സംവിധാനിച്ച കുറെ കാലം ഇവിടെ ഇങ്ങനെ തിന്ന് ജീവിച്ച് കുറെ പഠിച്ച് അങ്ങനെ അതല്ല. അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ടാകും, ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല.
ജീവിതവും മരണവും അല്ലാഹു സംവിധാനിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി അധ്വാനിച്ച് നന്മകൾ ചെയ്യുന്നവരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ദുനിയാവിൻ്റെ പളവളപ്പ് കണ്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. എത്ര മരണങ്ങളാണ്, എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ൻ്റെ 70-ൻ്റെ ഇടയിലാണ്. നമ്മളൊക്കെ കണക്കൂട്ടി നോക്ക്. ആണ് അള്ളാഹ് തീരുമാനിച്ച 70 എന്ന് കറക്റ്റ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ കണക്കൂട്ട്. അതിൽ തന്നെ 60-ൻ്റെ 70-ൻ്റെ ഇടയിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഓരോരുത്തർക്കും അള്ളാഹ് നിശ്ചയിച്ച ഓരോ സമയം ചിലപ്പോൾ അതിനു മുമ്പാകും. അപ്പൊ 70 തന്നെ എങ്കിൽ പോലും ഞാൻ നിങ്ങളൊക്കെ കണക്കൂട്ടിയ ഞാനൊക്കെ പകുതിയിലധികം പിന്നിട്ട് കഴിഞ്ഞു. പകുതി കഴിഞ്ഞു. അപ്പൊ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങൾ. ഇനി എത്ര നമുക്ക് സഞ്ചരിക്കാണ്ട്. 70 കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ പറഞ്ഞൊരു ബോണസാണ്. അത് അപൂർവം ആളുകൾക്ക് പഠിച്ചോൻ തന്നു. ഇപ്പൊ നമുക്കിനി അധികം ദൂരം സഞ്ചരിക്കാനില്ല. സത്യം പറഞ്ഞാൽ ഓരോരുത്തരും അവനവന് അല്ലാഹു ഇതുവരെ നൽകിയ ആയുസ്സും ഇനി എങ്ങോട്ട് എത്രയെന്ന് ചിന്തിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ കഴിയും. എല്ലാവിധത്തിലും മാനസികമായ എല്ലാ രോഗങ്ങൾ മരണത്തെ ചിന്തിച്ച് ആലോചിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മുടെ മനസ്സ് ശുദ്ധമാവും. ആരോടൊരു പകയില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു മനുഷ്യനൊരു വിദ്വേഷം ഉണ്ടാവില്ല. മനസ്സിനെ ബാധിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്നും മുക്തമാകും. എന്തു വേണം? മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ഞാൻ മരിക്കും എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞത് അക്സിറുദ്ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ട ആദ്യം. അല്ല നമ്മുടെ നാട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചല്ല ആദ്യം ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കണേ, അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. പക്ഷെ അത്രയും കഠിനമായ രോഗത്തിന് വിധേയമായ ആൾ ചിലപ്പോൾ കുറച്ചുകൂടി കാലം ജീവിക്കും. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ നടന്ന നമ്മളായിരിക്കും ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു എന്ന് അറിയുന്നത്. അപ്പൊ മരണചിന്ത ഉണ്ടാക്കാന്ന് റസൂലുള്ളാഹി പറഞ്ഞത് നമ്മളെ കുറിച്ചാണ്. ഓരോരുത്തരും ഞാൻ എൻ്റെ മരണം പടച്ചോനെ, ഞാൻ ഇന്ന് മരിക്കോ, നാളെ മരിക്കോ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഇപ്പൊ ധാരാളമായി നമ്മൾ മരണചിന്ത വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ വർഷങ്ങൾ ഇങ്ങനെ തീരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതൊക്കെ പടച്ച റബ്ബ് കൃത്യമായി വജഅൽന ലൈല വന്നഹാറ ആയതൈനി ഫമഹൗന ആയത്തൽ ലൈൽ വജഅൽന ആയത്തൻ നഹാർ മുബ്സിറതൻ ലിതബ്തഗൂ ഫളൻ മിൻ റബ്ബിക്കും വലിതഅലമു അദദ സിനീൻ. രാവും പകലും ഇങ്ങനെ അത് ദൃഷ്ടാന്ത, അതിങ്ങനെ മാറി മറിയുന്നു. അതിങ്ങനെ എന്തിനാ? ലിതഅലമു അദദ സിനീൻ വൽ ഹിസാബ്, വർഷങ്ങളൊക്കെ ഒന്ന് കണക്കാക്കാൻ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് അടുത്തു എന്നൊരു ബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ബിൽ അംവാലി വൽ ഔലാദ്. എത്ര കൃത്യമാണ് ദുനിയാവ്. നിങ്ങൾ അറിഞ്ഞോ? ലഇബുൻ വലഹ്വ്, വിനോദവും കളിയും ചിരിയും തമാശ നിറഞ്ഞൊരു ലോക. എത്ര സത്യവർഷം പറഞ്ഞാൽ നോക്കി നിങ്ങൾ. ഇപ്പൊ അത് മാറി റീൽസിന്റെ ലോക. അതുകൊണ്ടാണ് വെറും വിനോദവും കളിയും ചിരിയും അടിച്ചുപൊളി. മരണത്തെക്കുറിച്ചുള്ള ബോധം പല ഹൃദയങ്ങളിൽ നിന്ന് എടുത്തുപോയി എന്ന് തോന്നുന്നു. ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പൊ റീൽസ് കണ്ട് സന്തോഷിച്ച് അതിലേക്ക് അവിടെ നീങ്ങി. അല്ലാഹു പറഞ്ഞെന്താ? ദുനിയാവ് കളിയും വിനോദവും വസീന, അലങ്കാരവുമാണ്. കുറെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, കുറെ ഇങ്ങനെ അടിച്ചു പൊളിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട യുവാക്കളെ, മക്കളെ ആലോചിച്ച് നോക്കുക. അല്ലാഹു പറഞ്ഞ ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു ലോകമാണ്. മാത്രമല്ല വതഫാഖുറും ബൈനക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നെകളിപ്പ് കാണിക്കുന്ന ലോക.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം നടിച്ചെടുക്കുന്ന ലോകമാണത്. മക്കളുടെയും സമ്പത്തിന്റെയും പേരും പെരുമ നടിച്ച് എന്റെ മകൻ, എന്റെ മകൻ, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്, അങ്ങനെ പെരുമ നടിച്ച് നടക്കുന്ന ഒരു ലോകമാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇതിങ്ങനെ വിശാലമായി പറഞ്ഞ അള്ളാഹു അവസാനം പറഞ്ഞെന്തറിയോ? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ലോകം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്കാണ്, വഞ്ചനയുടെ വിഭവമാണ്. നിങ്ങൾ ഇതിലൊന്നും പെട്ടുപോകണ്ട. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നതാ. ദുനിയാവ് ഇങ്ങനെ കളിയും ചിരിയും തമാശയാണ്. ഇതൊക്കെ പറഞ്ഞ അല്ല പറഞ്ഞത്, ഇതൊക്കെ നിങ്ങളെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഇതാണ്. ഇതൊക്കെ അവസാനിക്കും. അവസാനിക്കും. എന്റെയും നിങ്ങളുടെയും പേരും പെരുമയും എല്ലാം അവസാനിക്കും. എല്ലാ ആഘോഷവും അവസാനിക്കും. എല്ലാ സന്തോഷവും അവസാനിക്കും. ആ മക്ബറകൾ, ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണപ്പെടുമ്പോഴോട് നിങ്ങളത് തീർന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇതാ നമുക്ക് വേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിങ്ങനെ കൂട്ടിക്കഴിച്ചിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ദുനിയാവ് നല്ലതാണ്, അതിന് വലിയ പ്രാധാന്യം. നോക്കുമ്പോൾ പൈസ വേണം, മക്കൾ വേണം, കുടുംബം വേണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ അല്ലാഹു പറയാണ്, നിങ്ങൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ വലാഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഖൈർ, നിങ്ങൾക്ക് ഉത്തമമായത്. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വരുന്ന കാലങ്ങളെങ്കിലും മഹാറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിഹു ദുനിയാക്കും, നിങ്ങൾ ദുനിയാവൊക്കെ നിങ്ങൾ നന്നാക്കി തീർത്തോ, പക്ഷേ വഅമലൂ ലിആഖിറതിക്കും, പക്ഷെ നിങ്ങൾ പരലോകത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. കാന്നക്കും തമൂതൂന ഗദൻ, നിങ്ങൾ നാളെ മരണപ്പെടും, പരലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നെ. അപ്പം നമ്മളെ ആത്യന്തികമായ ലക്ഷ്യം മറക്കരുത്. ഇനിയുള്ള കാലം മറന്നു പോകരുത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇത് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമാണ്. അള്ളാഹു ലക്ഷ്യം പറഞ്ഞതാണ്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു പടച്ചതെന്തിനാ? ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാനാ. ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ടവനാ ഞാൻ നിങ്ങൾ മരണം വരേക്കും. വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ആ ദൃഢമായ മരണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതുവരേക്കും നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. അത് ഖുർആൻ പറഞ്ഞ. അപ്പൊ നമ്മുടെ ലക്ഷ്യം അതാണ്, അടിച്ചുപൊളിയല്ല. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ദുനിയാവിൽ ജീവിക്കുക എന്നുള്ളതാ. പ്രിയപ്പെട്ട കുട്ടികളൊക്കെ പറയാനതാ നമ്മുടെ ലക്ഷ്യത. ഇവിടെ കുറേ പഠിക്കാം, അല്ലെങ്കിൽ കുറേ ജോലി ചെയ്യാം, ഇവിടെ എന്തൊക്കെയോ ചെയ്തൊക്കെ, ഇതൊക്കെ നമ്മൾ ഈ ലോകത്തെ സംവിധാനങ്ങൾ മാത്രം. ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. നേരെ മറിച്ച് നമ്മുടെ ലക്ഷ്യം അത് പരലോകമായിരിക്കണം, അതിനു വേണ്ടിയായിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും എന്ത് ചെയ്യില്ല. ഒരു വർഷം കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കുക, പഠിച്ചോനെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ ജനുവരി 1 എങ്ങനെ അവിടെ ഇറങ്ങും നമ്മൾ അടിച്ചു പൊളിക്കാൻ. സ്വന്തം മരണം അടുത്തന്നെ സന്തോഷിക്കുന്ന ഇത്ര വലിയ വിഡ്ഢി ലോകത്ത് ആരുള്ളത്? ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ മരണത്തിലേക്ക് നമ്മൾ അടുത്തു എന്ന് പടച്ച റബ്ബ് സൂചന നൽകിയിട്ടും അത് ആഘോഷിക്കാൻ, അടിച്ചു പൊളിക്കാൻ, പടക്കം പൊട്ടിച്ചു, അത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചും ആഘോഷിക്കാൻ നടക്കുന്ന ഇത്രയും ലോകത്തെ കീഴടക്കി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും ബുദ്ധിശൂന്യരായി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാകുക. ഒരു പുതിയ വർഷം നമ്മളിലേക്ക് അള്ളാഹു എത്ര തരുമെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കൈകളിലല്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് നിങ്ങൾ മരിക്കുന്നു ഒരാൾക്കും അറിയില്ല. വീടിന്റെ കടപ്പറയിൽ കടന്നുകൊണ്ടാണോ, അതല്ല അപകട മരണങ്ങളാ, എന്തുമാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത പാലിക്കുക. അതെത്തിയാൽ പിന്നെ വലിക്കുല്ലു ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും ഒരു സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഇത് അല്ലാഹു പറഞ്ഞ ആ സമയം വന്നു കഴിഞ്ഞാൽ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൂല.
അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലാവും. അള്ളാഹുടെ മുമ്പിൽ ആരുടെ മരണത്തിൻ്റെ മുമ്പിൽ ഒരു ഉമ്മയുടെ കരച്ചിലും വില പോവില്ല കേട്ടോ. പിഞ്ചു പൈതല അതൊന്നുമില്ല. നാളെ എൻ്റെ മകളുടെ കല്യാണം നാളെയും കൂടി കഴിഞ്ഞിട്ട് എന്നെ മരിപ്പിച്ചാൽ മതി. ഇല്ല, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നിമിഷം പോലും പടച്ച റബ്ബ് എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തൂല. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തിയെങ്കിൽ ലോകത്ത് എത്ര ആളുകളുടെ മാറ്റം വരുത്താമായിരുന്നു നമ്മൾ കാണുന്ന വാർത്തകൾ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ ജീവിതത്തെ ധന്യമാക്കുക. ജീവിതത്തെ എങ്ങനെ ധന്യമാക്കണം, വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് എങ്ങനെ ധന്യമാക്കാം നമ്മൾ ശ്രദ്ധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞെന്താ, ഇഗ്തനിം ഖംസൻ ഖബല ഖംസ്. 5 കാര്യങ്ങൾ ജീവിതത്തെ ധന്യമാക്കാം നമുക്ക്. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ശബാബക ഖബല ഹറമിക്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി പറഞ്ഞ ജീവിതം ധന്യമാകും, പടച്ചറപ്പിന് തൃപ്തിയുള്ളതായി തീരും. എന്താ? ശബാബക ഖബല ഹറമിക്. വയസ്സാവുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയം, യുവത്വം. റസൂലുള്ളാഹി പഠിപ്പിച്ച വയസ്സാവുന്നതിന് ഹറം എന്ന് വെച്ചാൽ വാർദ്ധക്യം പ്രാപിക്കുക. വാർദ്ധക്യം പ്രാപിക്കുന്നതിന് മുമ്പ് നല്ല യുവത്വം കാലഘട്ടം പരമാവധി ഉപയോഗപ്പെടുത്തിക്കോ. നമ്മളിപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും, പഴുത്ത ഇല ഇങ്ങനെ കൊഴിയണ കണ്ടിട്ട് പച്ച ഇല ഇങ്ങനെ ചിരിക്കണ്ട, നാളെ അവരും കൊഴിയാനുള്ള. ഇത് നമുക്കൊക്കെ നമ്മളിപ്പോൾ കുറച്ച് അള്ളാഹു ആരോഗ്യം നൽകി നമ്മളിത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവം ഉണ്ട്. നമ്മുടെ മുമ്പിലുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ മനസ്സിലാക്കിക്കോ, അതേ വഴിയിലേക്ക് നമ്മൾ എത്താനുള്ള. കൃത്യമായി നിസ്കരിച്ച് ഇബാദത്ത് ചെയ്തോ, കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കാണാം. നമ്മുടെ പ്രായം ചെന്ന ആളുകൾ അവർക്കൊക്കെ ഒന്നുകിൽ കസേരയിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഇരുന്ന് നേരെ നിൽക്കാൻ കഴിയില്ല. ഇത് നാളെ എനിക്ക് നിങ്ങൾക്കൊക്കെ വരാനുള്ളതാ. നമ്മൾ ചിന്തിച്ചേണ്ട ജീവിതത്തിൽ എപ്പോഴെങ്കിലും. അതാ ശബാബക ഖബല ഹറമിക്. വാർദ്ധക്യം എന്നതിന് മുമ്പ് ആരോഗ്യമുള്ള എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ, ഒരാളുടെയും ആശ്രയമില്ലാതെ സമ്പത്ത് മാത്രമുണ്ടെങ്കിൽ, ഹജ്ജ് നിർവഹിക്കുവാനുള്ള ആരോഗ്യമുള്ള സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേ. വാർദ്ധക്യം ചെന്നിട്ട് അതിലേക്ക് എത്തുന്നതിനും അത റസൂലുള്ളാഹി പറഞ്ഞ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ അത് ചെയ്യേ. ആരോഗ്യമുള്ള സമയം. പലപ്പോഴും ഇസ്ലാമിലെ ആരോഗ്യമുള്ള സമയത്ത് നന്മകൾക്ക് പ്രത്യേകത റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചെയ്യാൻ നമുക്ക് പറ്റണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നവർക്ക് നിന്ന് നിസ്കരിച്ചോ. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ പറ്റിയാൽ നമ്മളും കസേരയിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. നമ്മൾ ആഗ്രഹിച്ചു പോകും, ഒരു നിസ്കാരമെങ്കിലും, ഒരു സുന്നത്ത് നിസ്കാരമെങ്കിലും എനിക്ക് നിന്ന് നിസ്കരിക്കണമെന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന ഒരു കാലം വരും. പക്ഷെ പറ്റൂല നമുക്ക്. നോമ്പൊക്കെ ഇപ്പൊ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ വന്ന് നോമ്പ് പിടിക്കാൻ കഴിയാതെ വരുമ്പോ ഒരു പക്ഷെ ഞാനും നിങ്ങളും ചിന്തിക്കും, ഒരു നോമ്പെങ്കിലും എനിക്ക് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ഒരു അവസ്ഥ നമ്മളിലേക്ക് വരാതിരിക്കുന്നതിന് മുമ്പ് ഉള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നന്മകൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങിക്കാം. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടും വസഹത്തി ഖബല സഖമിക്. രോഗം വരും. രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കുക. രോഗം വരാതൊന്നും ഇരിക്കൂല കേട്ടോ. നമുക്ക് ആർക്കും വരും, ആരും അതിൽ നിന്നും മുക്തനല്ല. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ഇത് നമുക്കൊക്കെ വരും. അപ്പൊ രോഗം വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ നന്നായി ഇബാദത്തൊക്കെ ചെയ്തോ. റസൂലുള്ളാഹി പറഞ്ഞു ഗൈനാക ഖബല ഫഖരിക്. ദാരിദ്ര്യം വരാം, ദാരിദ്ര്യം വരാം. സമ്പത്തും ഐശ്വര്യമൊന്നും പോകാൻ വളരെ കുറഞ്ഞ നിമിഷം നമുക്ക് മതി, വളരെ കുറഞ്ഞ സമയം മതി. നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക പല ആളുകളെയും അള്ളാഹുവിൻ്റെ ചെറിയൊരു പരീക്ഷകൾ വരുമ്പോഴേക്കും തൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ധന്യനായി നടന്ന ആൾക്ക് അതൊക്കെ വിറ്റഴിച്ച് തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ സമ്പാദിച്ചത് മുഴുവൻ വിറ്റഴിക്കേണ്ട അവസ്ഥ വരുന്ന ആളുകളെ എത്രയോ നമ്മൾ കാണുന്നു. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ചെറിയ പരീക്ഷണങ്ങൾ പോലും താങ്ങാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളെന്നുള്ള ബോധം ഉണ്ടാകണം. അതുകൊണ്ട്
ഉള്ള സമയത്ത് നിനക്ക് പടച്ച റബ്ബ് ധന്യത സമ്പത്ത് നൽകിയ സമയത്ത് നീ എന്ത് ചെയ്തോ? ചെലവഴിച്ചോ. സാധുക്കളെ പരിഗണിച്ചോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ, എങ്കിൽ നിനക്കത് പരലോകത്തുണ്ടാകും. അവസാന റസൂലുള്ളാഹി പറഞ്ഞു, ഒരുപാട് ബിസി ആവണതിന് മുമ്പേ ഒഴിവ് സമയം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കോ. ഫ്രീ സമയമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് പരമാവധി നന്നായി നന്മക്ക് കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കോ. തിരക്ക് പിടിക്കുന്ന സമയത്തിലേക്ക് നീ കടന്നു ചെന്നാൽ നിനക്കതൊന്നും ചെയ്യാൻ പറ്റൂല. എത്ര നല്ല ഉപദേശമാണ് റസൂലുള്ളാഹി പറഞ്ഞ അവസാനം, വഹയാത ഖബല മൗതിക്, മരണത്തിന് മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോ. ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന അവസാനത്തെ വാക്ക് വഹയാത ഖബല മൗതിക്, മരിക്കുന്നതിന് മുമ്പുള്ള നമ്മൾ സാധാരണ പറയില്ല ശിഷ്ടകാലം, കുറച്ചു കാലം ആ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കും. നമുക്ക് ആ ഒരു നെയ്യത്തോടു കൂടി ഈ ഒരു വർഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പഠിച്ചോനെ ഇനി എനിക്ക് എത്രയാണോ അത്രയും കാലം ഞാൻ നന്നായി ജീവിച്ചു കൊള്ളാം എന്നൊരു ചിന്തയാണ് നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നല്ലവരായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ്, നമ്മളൊക്കെ കേട്ട ഹദീസ്, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല്, അയ്യുൻ നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും ഖൈറായ മനുഷ്യർ ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് കൂടുതൽ കിട്ടുകയും ആയുസ് ഈ ദുനിയാവിൽ കൂടുതൽ കാലം ജീവിക്കാൻ അവസരം കിട്ടുകയും വഹസുന അമലുഹു, ആ കാലഘട്ടത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്തു. അപ്പൊ കൂടുതൽ കാലം അല്ലാഹ് ഈ ലോകത്ത് ജീവിക്കാൻ ഒരാൾക്ക് അവസരം തന്നിട്ട് അതിൽ നന്മകൾ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും നല്ലത്. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ചോദിച്ചു, ഫയ്യുന്നാസി ശർർ, അല്ലാഹു റസൂലേ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ, നമ്മൾ പറയുന്നുള്ളത് ഏറ്റവും വൃത്തികെട്ടവർ, ഏറ്റവും മോശം ആളുകൾ, മൻ ത്വാല ഉംറുഹു വസാ അമലുഹു, കുറെ ആയുസ് കിട്ടി, വർഷങ്ങൾ ജീവിച്ചു, പക്ഷേ വഹസുന അമലു വസാ അമലുഹു, അവന്റെ അമലുകൾ എന്ത് ചെയ്തു? മോശമായിരുന്നു. ഓരോ വർഷം തോറും അവൻ ചെയ്യുന്ന തോന്നിയാസങ്ങൾ കൂടി വന്നു. അള്ളാഹു കൂടുതൽ കാലം ജീവിക്കാൻ ഈ ലോകത്ത് അവസരം കിട്ടിയിട്ട് ഓരോ വർഷവും തിന്മകളുടെ ആധിക്യം എന്നതിനേക്കാൾ അപ്പുറം നന്മകളിൽ സമ്പുഷ്ടമാക്കാൻ അവന് സാധിച്ചില്ല. അങ്ങനെയുള്ളവരാണ് ഏറ്റവും മോശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ടവർ, ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വർഷം, അടുത്തൊരു വർഷമുണ്ടെങ്കിൽ ഒന്ന് പുനർവിചിന്തനം നടത്തി തൗബ ചെയ്ത് ഏതൊരു സമയത്തും മറന്നു പോകരുത്. വതൂബു ഇലല്ലാഹി ജമീഅ, ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്തിരിക്കുക. ഏത് സമയത്തും മരണം നമ്മളിലേക്ക് കടന്നു വരാം. നമ്മളിനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട, നിർബന്ധമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട നമ്മുടെ നിസ്കാരം, മറ്റു കർമ്മങ്ങൾ, അതിൽ വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഐച്ഛികമായ സുന്നത്തുകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടിച്ചുപൊളിയുടെ ആളുകളല്ല. നമുക്കതിനൊരു ന്യൂ ഇയർ അടിച്ചുപൊളി ആഘോഷമൊന്നും ഇസ്ലാം പഠിപ്പിച്ച് തന്നിട്ടില്ല. അതൊക്കെ പല ആളുകളും പാശ്ചാത്യരിൽ നിന്നൊക്കെ കടന്നു വന്ന സ്വീകരിച്ച വഴികളാണ്. നമുക്കൊരു പടക്കം പൊട്ടിക്കലുള്ള അങ്ങനൊരു ഇസ്ലാമിൽ അങ്ങനൊരു സംഗതി ഇല്ല. നമ്മൾ ചിന്തിക്കേണ്ട, പടച്ചോനെ എനിക്കൊരു ആയുസ്സും കൂടി പടച്ചോ, ഒരു വർഷം കൂടി അള്ളാഹു എനിക്ക് നൽകുകയാണല്ലോ, ഞാനതിൽ കൂടുതൽ നന്ദിയുള്ളവനാണ്. നമ്മളെപ്പോഴും അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണ്ടേ. പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മളെ കൂട്ടുകാരടിച്ചു പൊളിക്കുന്നവരുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, അയൽവാസികളുണ്ടാവും, ഒക്കെ ഉണ്ടാകും. ന്യൂ ഇയർ എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് എന്താണ്, പല രൂപത്തിൽ അത് ലഹരികളുണ്ട്, പല കോലത്തിലാണ് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യരുത്, അതിൻ്റെ പിന്നാലെ നടക്കരുത്. മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക.
ന്യൂ ഇയറിന് വേണ്ടി നമ്മൾ നമ്മുടെ പൈസ ചിലവാക്കിയാൽ ഇതൊക്കെ പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമുക്ക് ഇസ്ലാം പറഞ്ഞ 2 ആഘോഷം, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. അതിനേക്കാൾ അപ്പുറമുള്ള ഇത്തരത്തൊന്നും ഇസ്ലാമികമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് കൂടുതൽ നന്ദിയുള്ളവരായി ഞാനും നിങ്ങളൊക്കെ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരുപാട് രോഗികളായ സഹോദരി സഹോദരന്മാർ, പള്ളികളിൽ പ്രയാസപ്പെട്ടു വരുന്ന ആളുകൾ, വീടുകളിൽ കഴിയുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗം ശിഫയാക്കുകയും ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ജുമുഅക്ക് നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله.